ഫസ്റ്റ് ഷോട്ട് ഉദയ സ്റ്റുഡിയോയിൽ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. അതിൽ മെഴുകുതിരി കത്തിച്ചിട്ട് ഇപ്രാവശ്യമെങ്കിലും എൻ്റെ ജോലി ശരിയാക്കി തരണേ എന്ന് പറഞ്ഞ് പോകുന്നതാണ് ഫസ്റ്റ് ഷോട്ട്. മാധവേ, ഇന്നെങ്കിലും എൻ്റെ ജോലി ശരിയാകണേ. കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകനായി ജനിച്ച സായികുമാർ തിയേറ്റർ ആർട്ടിസ്റ്റായിട്ടായിരുന്നു കലാരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. ബാലതാരമായി അഭിനയിച്ച് വിടരുന്ന മുട്ടുകൾക്ക് ശേഷം സ്വാതി തിരുനാളിലേക്ക് സായികുമാറിന് അഭിനയിക്കാൻ ക്ഷണം കിട്ടി. പക്ഷേ രാംജിറാവു സ്പീക്കിംഗ് ആയിരുന്നു സായികുമാറിന് അവസരമൊരുക്കിയത്. അഭിനയം രക്തത്തിൽ തന്നെയുള്ള സായികുമാർ പിന്നീട് ധാരാളം സിനിമകളിൽ നായകനായി എത്തി. കിട്ടിയ കഥാപാത്രങ്ങളുടെ ആവർത്തന വിരസത ഒടുവിൽ അദ്ദേഹത്തെ മുൻനിരയിൽ നിന്നും പുറത്താക്കി. പിന്നീട് ഷാജി കൈലാസിന്റെ വല്യേട്ടൻ സായികുമാറിന് മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവൊരുക്കി. ശക്തമായ നായക പ്രതിനായക കഥാപാത്രങ്ങളുമായി മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിൽ സജീവ സാന്നിധ്യമായി സായികുമാർ. സോങ് സീക്വൻസ് അതിൽ തന്നെ കണ്ണീർ കായലിലൂടെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. 1000 കിനാക്കൾ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് രാംജിറാവുൽ തന്നെ. ഞാനും മുകേഷും ഇന്നസെൻ്റ് ഏട്ടനുമായിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പം സ്വാഭാവികമായി ഞങ്ങൾക്ക് 3 പേർക്കും ഡാൻസ് നല്ല വലിയതായിട്ട് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ മദ്യപിച്ചിട്ട് പാടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ഒരു വിഷമമൊന്നും വന്നില്ല. ഏത് ഡാൻസ് അറിയാൻ വയ്യാത്തതിൻ്റെ പേരിൽ ഒരാൾക്ക് നല്ലോണം ഡാൻസ് അറിയാം, മറ്റവർക്ക് 2 പേർക്ക് ഡാൻസ് അറിയില്ല, അങ്ങനെയുള്ളൊരു സംഭവം ഇല്ലാത്തതിൻ്റെ പേരിൽ ഉള്ളതൊരു ഓളമായി തന്നെ കൊണ്ടുപോയി. പിന്നെ അതൊരു ഒരു സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ആ പാട്ടുകൾക്കൊക്കെ സിദ്ദിഖ് ലാൽ ചെയ്തിരുന്നത് ഒരു സീൻ തന്നെയായിരുന്നു. ഒരു സീൻ പോലെ തന്നെ എഴുതിയിട്ടാണ് അവർ ആ സോങ് ഷൂട്ട് ചെയ്തത്. അല്ലാതെ ഒരു സോങ് ഷൂട്ട് ചെയ്യുന്ന മൂഡായിരുന്നില്ല, ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന മൂഡായിരുന്നു. ആദ്യത്തെ സ്റ്റണ്ട് സീക്വൻസും ഇത് തന്നെയാണ്. ഒരു രാംജിറാവു സ്പീക്കിങ്ങിൽ തന്നെ ആ കുട്ടി എടുത്തുകൊണ്ട് ഓടിയിട്ട് ശേഷം വിജയരാഘവന് ഞാനുമായിട്ടുള്ളൊരു ഫൈറ്റാണ്. ആ ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഞാൻ ആ ചെയിനിൽ പിടിച്ചിട്ടിങ്ങനെ കാല് വെച്ച് മുഖത്തടിക്കുന്ന സംഭവമുണ്ട്. അതിന് തന്നെ ക്ലാപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഫസ്റ്റ് ഫിലിമിൽ തന്നെ ഫൈറ്റിന് നോക്കി നിന്നില്ലെന്നുണ്ടെങ്കിൽ ഇടി കിട്ടുമെന്നുള്ളത് മനസ്സിലായത് ആ പടത്തിൽ തന്നെ. ഞാൻ രാംജിറാവു കണ്ടിട്ട് തകർന്നു പോയൊരു നിമിഷമുണ്ട്. ഇതിൻ്റെ റഷ് കാണിക്കരുതെന്ന് പറഞ്ഞു ഫാസിൽ സാറ്. സായി ഒന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ റഷ് എന്തുവെന്ന് ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 3 മിനിറ്റൊക്കെ ഒരു ക്ലോസപ്പ്, 2 മിനിറ്റ് ഒരു ക്ലോസപ്പ്, അത് കഴിഞ്ഞിട്ട് മുഖത്തൊരുമാതിരി വല്ലാത്ത എക്സ്പ്രഷൻസ്. ആവശ്യമുള്ളത് എന്തോ ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യ. ഞാനാകെപ്പാടെ ഞാൻ വെച്ച് ഇതാണോ കാണുന്ന ജനം. ഇവർക്ക് വേണ്ടുന്ന സാധനം ഇൻബിറ്റ്വീൻ ഉണ്ടെന്നറിയാവുന്നതുകൊണ്ടാണല്ലോ ഇവർ അത്ര എടുത്ത് വെച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനം കട്ട് ചെയ്തെടുക്കുക. പക്ഷെ നമുക്കതറിയത്തില്ലോ. റഷ് കണ്ടിട്ട് ഞാൻ നിലവിളിച്ചു പോയി. അപ്പോൾ പറയുകയും ചെയ്തു, എന്തിനിവനെ ആവശ്യമില്ലാതെ കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പ്രൊജക്ടർ വെക്കുന്നിടത്തൂടെ കയറിയെന്ന് കണ്ടതാണ്. അങ്ങനെ ആ ഭയവും രാംജിറാവോട് കൂടി തീർന്നു. ഒരുമാതിരിപ്പെട്ട് സിനിമയിലെ ഭയങ്ങളൊക്കെ അങ്ങോട്ട് തീർന്നു വെച്ചു. ഹലോ, മൈ നെയിം ഈസ് രാംജിറാവു. എന്തോന്ന്? രാംജിറാവു സ്പീക്കിംഗ്. ഓക്കെ. അവൻ കട്ടി കളഞ്ഞല്ലോ. ഒന്നുകൂടെ വിളിച്ചു നോക്കി. രാംജിറാവു സ്പീക്കിംഗ്. മിസ്റ്റർ ഉർമേഷ് തമ്പാൻ. യെസ്. നിങ്ങളുടെ മകൾ നിഷാമോൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഗുഡ്, വെരി ഗുഡ്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണ. എന്താ, എന്ത് പറ്റി? നമ്പർ തെറ്റി നോക്കി.
ഹലോ, റാംജി റാവു സ്പീക്കിംഗ്. അവിടെ എന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം. നോക്കി. ആ ശരിയാ, ഫോൺ ടാപ്പിയാണെന്നാ തോന്നുന്നത്. വേല ഇറക്കരുത്. മര്യാദയ്ക്ക് നിങ്ങളത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യാൻ? എന്തോ ഓഫ് ചെയ്യാൻ? നിങ്ങളിപ്പോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ് ചെയ്യാൻ. നിർത്തി നിർത്തി